ഗൈസ് ഇവിടെ ചെറിയൊരു ബാൽക്കണി പോലെയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ റൂമിൻ്റെ അവിടെ. ഇവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കടലിൽ ചെറുതായിട്ടൊക്കെ കാണാം, അങ്ങ് ദൂരമായിട്ട് കാണാൻ പറ്റും, ചെറുതായിട്ട് കാണാൻ പറ്റും. നല്ല കാറ്റുണ്ട്. പക്ഷെ ഇപ്പോൾ സൂര്യൻ ഇതായിട്ട് ഉദിച്ചു തുടങ്ങിയില്ല. ഏകദേശം ഒരു 5 മണിയൊക്കെ ആവും. ഇപ്പോൾ 5-5:10 ആവും. മുകളിൽ പോയി നിന്ന് നോക്കാം ഗൈസ്. കാണാൻ പറ്റുമെങ്കിൽ അവിടെ നിന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ചിലപ്പോൾ നമ്മളങ്ങ് കടലിൻ്റെ അടുത്ത് പോയി നിന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ് രാവിലെ ആയി തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് ഇനിയിപ്പോൾ സൂര്യൻ കാണാൻ പറ്റുമെന്ന് നോക്കണം. ഞാൻ എന്തായാലും അത്യാവശ്യം ഇവിടെയൊക്കെ ഒന്ന് സ്ഥലം കാണിച്ചു തരാം. അതുപോലെ നമ്മൾ നിന്ന ഹോട്ടലിലെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം ഗൈസ്. അതുപോലെ നമുക്ക് ഇനിയിപ്പോൾ ഇത് നോക്കണം, സൺറൈസ് കാണാൻ പറ്റുമോ നോക്കണം. ഇതിന് പറ്റുമെങ്കിൽ ഇനി മുകളിൽ പോയി എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. ഇതാണ് നമ്മൾ കിടന്ന റൂമിൻ്റെ വഴി ഗൈസ്. അപ്പോൾ എന്തായാലും മുകളിൽ പോയിട്ട് വന്ന റൂമൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ നിന്ന് വിവേകാനന്ദ പാറ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും മുകളിൽ ചെന്നാൽ നല്ല വൃത്തി കാണാൻ പറ്റുമെന്ന് വിചാരിക്കും. അപ്പോൾ ഗൈസ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേ ഇവിടെ സ്റ്റെപ്പ് കണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് വഴി ഞാൻ പോയി നോക്കാൻ പോവുകയാണ്. ഇതുവഴി പോയാൽ അവിടെ എത്താൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഇങ്ങനെ കണ്ടോണ്ട് പോകാന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇത് 5ാമത്തെ നിലയാണെന്ന് തോന്നുന്നു. ഇത് മറ്റേനും കാട്ടിയും ചെറിയ സ്റ്റെപ്പാണ് ഗൈസ്. അതുകൊണ്ട് ഇത്തിരി ഇറങ്ങാൻ എളുപ്പമുണ്ട്. താഴെ ചെന്നിട്ട് റൂം കാണിച്ചു തരാം. റൂം കാണിച്ചിട്ട് നേരെ നമ്മൾ കഴിക്കാനായിട്ട് പോകും. അടുത്തതാവാനാണ് ചാൻസ് ഗൈസ്. അപ്പൊ നോക്കാം. ഇതാണെന്നാണ് തോന്നുന്നത്. അല്ല ഗൈസ്, നമ്മളെ റൂമിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ബെഡ് ചാരി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ അത് കാണുമ്പോ അറിയാൻ പറ്റും അതാണെന്ന്. അപ്പൊ ഇതായിരിക്കാം. യെസ് ഗൈസ്, അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞ ബെഡ്. അപ്പൊ ഇവിടെ ഇന്ന് നമുക്ക് കിട്ടിയ റൂമിന്റെ നമ്പർ 106. ഇതിന്റെ അകത്തായിട്ട് നോക്കുമ്പോഴത്തേക്കും കയറി വരുമ്പോ തന്നെ ഇവിടെ ഒരു ഡ്രോവർ സൈഡിനായിട്ടുണ്ട്. പക്ഷെ ഭയങ്കര സൗണ്ടാണ് ഇത് തുറക്കുമ്പോ. വേറെ ഒന്നും ഇല്ല പ്രത്യേകിച്ച്.
പിന്നെ ഇവിടെ വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട് സൈഡിൽ. പിന്നെ ഇവിടെ ബെഡ്, ഫാന്, അതുകൊണ്ട് ടി വി ഉണ്ട്. പക്ഷെ എ സി ഒന്നും ഇല്ല, നോർമൽ റൂമാണ്. പിന്നെ ഇവിടെ കർട്ടൻ്റെ ഇത് മാറ്റി കഴിയുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ എന്ത് തുറക്കാത്ത കുറ്റിയുണ്ട്, ഇത് തുറന്ന് ഓക്കെ കഴിച്ചു. അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ വ്യൂ ആയിട്ടൊന്നും പറയാനായിട്ടൊന്നുമില്ല, പക്ഷേ അത്യാവശ്യം നല്ല കാറ്റുണ്ട്. മിക്കവാറും കടലടുത്തുള്ളതുകൊണ്ടായിരിക്കാം. പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നും ഇവിടെ ഇല്ല. ഇവിടെ വെച്ചാണ് നമ്മൾ രാവിലെ വീഡിയോ ഞാൻ പറയാമല്ലോ. അത് ബാത്റൂമാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ബാത്റൂം, ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. പിന്നെ ഇവിടെയും നമുക്ക് പ്ലഗ് പോയിന്റ് ഉണ്ട്, നമുക്ക് എല്ലാം കണക്ട് ചെയ്യണമെങ്കിൽ കണക്ട് ചെയ്യാം. അതുപോലെ ഇവിടെ ടവലുണ്ട്, അതുപോലെ ഇവിടെ ഡ്രസ്സ് തൂക്കാനുള്ള ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. ഒരു അടിച്ചു ഗൈസ്. അമ്മയ്ക്ക് സോഡിയം കുറഞ്ഞിട്ട് ചെറുതായിട്ട് തല ഇറക്കം വന്നു കഴിച്ചു. അതുകൊണ്ട് നമ്മളിവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ കൊണ്ടുവന്നാണ്. ഇവിടെ ഇരിക്കുകയാണ്, ട്രിപ്പ് കൊടുക്കുന്നുണ്ട്. ഗായ്സ്, ഉമ്മുമ്മയ്ക്ക് ഇങ്ങനെ റെഡിയായി. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഹോട്ടലിലോട്ട് ആക്കിയിട്ടുണ്ട്. അവിടെ കുറച്ചേരം ഇരിക്കുകയാണ് ഇപ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി. ആ സമയം കൊണ്ട് നമ്മൾ കടലിലൊന്ന് കാലൊക്കെ നനച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഗൈസ്. കാരണം ഇനിയിപ്പോൾ നമ്മൾ നേരെ തിരിച്ചു പോകാൻ പോവുക.
നമ്മളവിടെ എത്തി ഗൈസ്. ചപ്പാത്തിയും ചിക്കൻ കറി. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ട്രിപ്പായിരുന്നു. ഇതുവരെ നമ്മൾ പോയാൽ വെച്ചിട്ട് എനിക്കൊന്ന് അത്യാവശ്യം നല്ലൊരു ട്രിപ്പായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് മമ്മിക്ക് വയ്യാതൊക്കെ ആയിപ്പോയി. വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബാക്കിയുള്ള എല്ലാം നല്ല ഹാപ്പി ആയിട്ടാണ് പോയിട്ട് വന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.